ഹലോ, വെൽക്കം ടു അജയ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു പച്ചക്കാ കൊണ്ടൊരു കറിയാണേ. പച്ചക്കാ കൊണ്ടെന്ന് വെച്ചാൽ ഈ നേന്ത്രക്കായില്ലേ, വേണ്ട ഇതുപോലത്തെ നേന്ത്രക്കായ എടുത്തിട്ട് അതിൻ്റെ രണ്ടെണ്ണം ഇതുപോലെ ഞാൻ രണ്ടെണ്ണം എടുത്ത് മേളിലൊന്ന് ചെറുതായിട്ടൊന്ന് ചെത്തി കൊടുത്താൽ മതി. ചെറുതായിട്ട് തോട് കളയണ്ട. എടുത്തിട്ട് അരിഞ്ഞ് കഴുകിയിട്ട് പിന്നെ ഉപ്പ് മഞ്ഞവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടേ. 2 കായ അത് ഞാനിപ്പോൾ ഇങ്ങോട്ട് എടുക്കുവേ. കായ്ക്ക് കറയില്ലേ, ആ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റ് അതൊരു 1/4 ടീസ്പൂൺ രണ്ടിനകത്ത് ഇട്ട് കൊടുത്തേ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ചുപ്പ്. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട, നമുക്കിപ്പം തന്നെ തുടങ്ങാം. സ്റ്റൗ കത്തിക്കേ. പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. കണ്ട, കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുള്ളേ. എണ്ണയൊന്ന് ചൂടായിട്ട് നമുക്ക് ഈ പച്ചക്കായുടെ കഷ്ണങ്ങളൊക്കെ ഇല്ലേ, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഭയങ്കര വറുക്കൊന്നും വേണ്ട, ചെറിയൊരു വാട്ടം. നമ്മുടെ കായൊക്കെ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു വശം വെച്ചിട്ട് കൊടുക്കുക. അത് മൊഴിയണ്ട, ചെറുതായിട്ടൊരു വാട്ടം. ഞാൻ 1 ട്രിപ്പ് ഇട്ട് 2 ട്രിപ്പുണ്ട്. അതൊന്നും ബാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് എടുത്തിട്ട് വേണം അടുത്തൊന്നും ഇടാൻ. നമ്മുടെ ഈ കഷ്ണം റെഡിയായേ. നമ്മുടെ ഈ കായല് ഈ കഷ്ണം എല്ലാം റെഡിയായേ. ഓവറായിട്ടും ഒഴിക്കരുത്, ചെറിയൊരു കാവ് എന്തിട്ടില്ല. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് ഇങ്ങോട്ട് ഇടാം. നമ്മളത് രണ്ടാമത്തെ സെറ്റ് ഞാൻ എടുക്കേ. കണ്ടില്ലേ, ഇതെല്ലാം വറുത്തെടുത്ത് ആ ഒഴിച്ച എണ്ണ കണ്ടില്ലേ, അത് അതുപോലെ തന്നെ അവിടെ ഉണ്ട്. ഈ എണ്ണ നമുക്ക് ഉപയോഗിക്കണ്ടേ, ഇത് കളയാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. അല്ല കണ്ടോ, പിന്നെ എണ്ണയും ചൂടായിട്ട് എണ്ണ ചൂടായി അതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടേ, സാദാ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 4 ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂണേ. നല്ല മൂക്കട്ടെ. ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും വെച്ച് കൊടുക്കാം.
ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്തെ അതിനകത്തോട്ടിട്ട് ഈ അരിഞ്ഞ് വെച്ച ഇത് 2 ഇടത്തരം സവാള കേട്ടോ. ഒന്ന് മൂക്കട്ടെ. ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. അപ്പോൾ അജയ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. അപ്പം നമ്മുടെ ഇത് സവാള വാടിയേ തീ ഒന്ന് കുറച്ച് കൊടുക്കേ. ഇതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ. മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കേ. ഇതിനകത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. 1/4 ടീസ്പൂൺ ഇല്ല, ഒരു നുള്ള്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ നിറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി ഇതിൽ ഈ 2 ഇടത്തരം 2 തക്കാളി മിക്സിയിലിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കെ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. തക്കാളിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ നമുക്ക് നടക്കാം. അങ്ങനെ തക്കാളി എല്ലാം നല്ലപോലെ മൂത്ത് കഴിഞ്ഞേ. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചോറിനും ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്ന് തിളയ്ക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മുടെ ഉണ്ടല്ലേ എടുത്ത് വെച്ചേക്കുന്ന അധികം ഒന്നും മൂത്തിട്ടില്ല, വെന്തിട്ടില്ല. അത് ഇതിനകത്ത് കിടന്ന് തന്നെ ഒന്ന് വേവണേ. ചെറിയൊരു വേവ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇത് തിളച്ചിട്ടിടാം. ഞാൻ കവർ ചെയ്ത് കൊടുക്കട്ടെ. ഒന്ന് മസാല നല്ലതുപോലെ തിളച്ചേ. അതിനകത്തോട്ട് ഞാൻ ഈ നമ്മൾ വാട്ടി വെച്ചേക്കുന്ന കായില്ലേ അത് നോക്കിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കട്ടെ. ഉപ്പ് പോലെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ ഒന്ന് കിടക്കട്ടെ. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കട്ടെ. ഒരു മീഡിയം തീ കിടക്കട്ടെ. കറി നല്ല എരിവായി ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടേ. ഇതിനകത്ത് ഞാനൊരു പുളിയുള്ള തൈര് അങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ. പിന്നെ പുളി ഇഷ്ടമുള്ളത് കുഴപ്പമില്ല. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഒരു ശർക്കര ഓപ്ഷനിലാണേ, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇത്തിരി ഒരു നുള്ള്
ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ. ഞാനിപ്പോൾ എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇതിനകത്ത് ഞാൻ 2 പച്ചമുളക് നുറുക്കി വെച്ചിട്ടുണ്ട്, അതും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്, നല്ല ബെസ്റ്റ് കറിയാണിത്. ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അടച്ചിങ്ങനെ ഒന്ന് ഒരു 10 സെക്കൻഡ് ഇങ്ങനെ ഇരിക്കട്ടെ. തീ ഓഫ് ചെയ്യേ. നമുക്ക് കറി ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റേ. ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റായി കറിയേ. നല്ല ചോറൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കറിയാണ്. കണ്ടില്ലേ നമ്മളെ പച്ചക്ക മസാല, അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്ന് വെച്ച് നോക്കണേ. അപ്പം അടുത്ത കറിയായിട്ട് അടുത്ത ദിവസം വരാം.